So welcome back to another vlog. Hello, Bara. ഹലോ. അപ്പോൾ ദേ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം നാട്ടിൽ നിന്ന് രണ്ടുപേരും ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഒരാൾ നാട്ടിൽ നിന്നാട്ടോ, ഒരാൾ ഡയറക്റ്റ് ഖത്തറിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് എന്തോ കാണിക്കുന്നത് നോക്ക്. രണ്ടുപേരും കൂടെ എന്നെ ഒട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ദേ ഞാൻ 7 മണിക്ക് നമ്മൾ 7 മണിയായപ്പോൾ എണീച്ചേട്ടോ. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ. കാര്യം വെച്ചാൽ 7 മണിക്ക് എണീറ്റു. ടേബിൾ ഒന്ന് കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു, കാരണം എല്ലാം വാരിപ്പറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ചായ കുടിച്ചു. എനിക്കിനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കുക്കിംഗ് നടക്കണമല്ലോ. അപ്പം അതൊന്നും ആയിട്ടില്ല, അതൊന്നും അതിലോട്ടൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ഇൻട്രോ എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരുന്നത് എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മകളാണ്. ലക്ഷ്മി എന്നാണ് വിളിക്കാറ്. ചേച്ചിയുടെ ഒഫീഷ്യൽ നെയിം വേറെയാണ്. എൻ്റെ അമ്മ അതേ നോക്ക് കാണിക്കുന്നത്. എന്തോ കാണിക്കുന്നത്? ഷിട്ടു താഴെ പോ ഷിട്ടു. ചേച്ചിയുടെ ഒഫീഷ്യൽ നെയിം വന്നിട്ട് ജിഷ എന്നാണ്. നമ്മൾ ലക്ഷ്മി ചേച്ചി എന്നാണ് വിളിക്കാറ്. ചേട്ടൻ ഖത്തറിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഖത്തറിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരും. ചേച്ചി ട്രിവാൻഡ്രത്താണ്. ചേച്ചിയുടെ അമ്മേനെ വിളിക്കുന്നത് ജയമ്മ എന്നാണ്. നമ്മൾ ജയമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവരും ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചി ഡയറക്റ്റ് അവിടെ നിന്ന് വരും. അപ്പോൾ അവരിന്ന് വരുന്നതിൻ്റെ ദിവസമാണ്. എൻ്റെ അണ്ണനുണ്ടല്ലോ, എൻ്റെ ശരിക്കുള്ള അണ്ണൻ വന്നിട്ട് ദുബായിലാട്ടോ. ഇവരും ദുബായിലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഒത്തിരി വർഷം ദുബായിലിരുന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ അവർ ചേച്ചി ട്രിവാൻഡ്രത്തേക്ക് വന്ന് ഇവിടെ ഒരു ജാം ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പം ചേച്ചി ഇങ്ങോട്ട് വന്നു. അങ്ങനെ നല്ല രസമാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പേ ഒക്കെ അയ്യോ എപ്പോൾ നോക്കിയാലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയും, നമുക്ക് ജയമയുടെ വീട്ടിൽ പോകണ്ടേ. എനിക്കെന്തോ അങ്ങോട്ട് തിരുമലയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ തിരുമലയിലോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജയമയുടെ അമ്മയുടെ മൂത്ത ചേച്ചിയും അതിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ വല്യമ്മ എന്ന് വിളിക്കുക. വല്യമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ അമ്മയുടെ അണ്ണൻ അമ്മയുടെ മൂത്ത അണ്ണൻ വന്നിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ബാക്കി എല്ലാവരും അമ്മയുടെ ശരിക്കും നാട് വന്നിട്ട് കാട്ടാക്കടയാട്ടോ. ഇവർ 10 പേരുണ്ട്. അടിപൊളിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 10 പേര് മതി. അവരുടെ മക്കളും അതിൻ്റെ മക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല രസമാണ്. ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് 10 പേരാന്നൊക്കെ പറയുമ്പോൾ അവർ അയ്യോ 10 പേരുണ്ടോ, അവരെത്രയും മതിയല്ലോ കല്യാണത്തിന്. കാര്യം ഭയങ്കര ആഘോഷമാണ്, നല്ല രസമാണ്. ഞാൻ ലാസ്റ്റ് മിസ് ചെയ്ത ഒരു കല്യാണം കാവ്യയുടെ കല്യാണമാണ്. അതായത് എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ 10ാമത്തെ സഹോദരനാട്ടാ. മാമൻ്റെ മോളെ കല്യാണമാണ് ഞാൻ മിസ് ചെയ്തത്. കാര്യം തനു അന്നേരം ഉണ്ടായി ഒരു 4-5 മാസം കണ്ടായിരുന്നു. അന്നേരം ഇവള് ഈ വലിയ പ്രശ്നമാണ്, കാറിലിരിക്കൂല, ഫീഡ് എടുക്കൂല, അങ്ങനത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അന്നേരമൊക്കെ പഠിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങൾ അവളായി വരുന്നേ ഉള്ളൂ. അപ്പം അന്നേരം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം, ഇവളുടെ ട്രാവലിങ്ങും ഒക്കെ ബുദ്ധിമുട്ട് കാരണം അന്നേരം എനിക്ക് പോകാൻ പറ്റിയില്ല നാട്ടിലോട്ട്. അപ്പം അന്നേരമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കല്യാണമൊക്കെ. അത് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ എപ്പോൾ നോക്കിയാലും ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ജയമയുടെ അവിടെ പോകണ്ടേ, തിരുമല പോകണ്ടേ. ജയമയുടെ അവിടെ പോയിട്ട് അവിടുന്ന് വല്യമ്മയുടെ വീട് പോകും. അങ്ങനെ ജയമയുടെ വീട്ടിൽ അമ്മയും വല്യമ്മയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. നുണയും കൊതിയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ഇരിക്കും. ഞാനും ചേച്ചിയും ഒക്കെ ആയിട്ട് വരുന്ന ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. ചുമ്മാ ഇല്ലെങ്കിലും എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്നോട് ചോദിക്കും നീ എന്തോന്ന്. അപ്പോൾ ഞാൻ അമ്മ ജാമേനെ വിളിച്ച് ചോദിക്കും വീട്ടിലുണ്ടോയെന്ന്, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടോയെന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ലക്ഷ്മി ചേച്ചി ലാൻഡ് ചെയ്യണ സമയത്തൊക്കെ ആദ്യമൊക്കെ കുറച്ച് നമ്മൾ റെസ്പെക്റ്റ് ഒക്കെ ആയിരിക്കും. ചേച്ചി വന്നല്ലോ, പിന്നെ കുറച്ച് നേരം ബലം പാവം കേട്ടോ, നമ്മളിവിടെ തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഫാമിലി ശരിക്കും സൂപ്പറാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പം അവരിന്ന് വരെയാണ്. അപ്പം നമുക്ക് കാണാം. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി എല്ലാം കുളമാവും. കാര്യം താന് കുറച്ച് നേരം ഇവിടെ നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ഇനി എപ്പോഴാണ് ഇനി സ്വഭാവം മാറണേന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. ശ്രീ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്, അവരെ വിളിക്കാൻ പോകണമല്ലോ അന്നേരം. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് കയറാം.
രാവിലെ തന്നെ സ്നാക്ക് കൊടുത്താൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല രാവിലെ തന്നെ സ്നാക്ക്. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തെ ഉച്ചക്കത്തേക്ക് ചോറും സാമ്പാറും ചിക്കൻ മേടിച്ച് തരാൻ ശ്രീ പറഞ്ഞു. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. പിന്നെ അച്ചിങ്ങ ഇരിപ്പുണ്ട്, അച്ചിങ്ങ വളർത്തും ഉണ്ടാക്കാം. അതൊക്കെ വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയിലേക്ക് കടക്കാം. ഇനി നിങ്ങൾ കേൾക്കുന്നതൊക്കെ വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. ഓക്കെ, തരാ. അപ്പോൾ അതേ ഞാൻ സാമ്പാറിനുള്ള നമ്മുടെ പരിപ്പ് ഞാൻ കുറച്ച് നേരം കുതിർത്ത് ഇടാനായിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് കഴുകി ഞാൻ കുക്കറിലോട്ട് അങ്ങ് ഇട്ടു. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഉള്ളി ചേർക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ഉള്ളി ചേർക്കുന്നുണ്ട്. വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. സാധാരണ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടാറുള്ളത്, പക്ഷേ ഉള്ളി തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി തന്നെ അങ്ങ് അരിഞ്ഞിട്ടങ്ങ് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേ കുക്കർ അടച്ചു വെച്ചിട്ട് ഞാനത് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ അതിൻ്റെ ക്യാരറ്റ്, പംകിൻ, പിന്നെ എന്താ ഇടുന്നത്, വെണ്ടയ്ക്ക എനിക്ക് കിട്ടിയില്ല, വെണ്ടയ്ക്ക ഞാൻ മേടിച്ചില്ല. പിന്നെ ഞാൻ ബീൻസ് ഇടുന്നുണ്ട്. പിന്നെ എന്താ ഞാൻ വെജിറ്റബിൾ ചേർത്തേ, അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ചേർത്തോളൂ കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. ക്യാരറ്റ് ഞാൻ എല്ലാം വെജിറ്റബിൾസും കിട്ടിയാലേ സാമ്പാർ ഉണ്ടാക്കുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, ഉള്ളത് വെച്ചിട്ട് തന്നെ ഞാൻ അങ്ങ് സാമ്പാർ ഉണ്ടാക്കും. അപ്പം ഞാൻ അതിനിടയ്ക്ക് പുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പാലും ഞാൻ മാറ്റി വെച്ചു. കാര്യം ഇപ്പോൾ വലിയ പാത്രമൊക്കെ എടുത്ത് അങ്ങ് മാറ്റി ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കുമല്ലോ, അതിനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണേ, എന്നിട്ട് ഞാൻ മുരിങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൊട്ടറ്റോയും കൂടെ ചേർത്ത് കേട്ടോ, ഉരുളക്കിഴങ്ങും കൂടി ചേർത്തു. എന്നിട്ട് കുക്കർ ഞാൻ വിസിലൊക്കെ കേട്ടു, ഒരു 4-5 വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ അതിലോട്ടങ്ങ് ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ പിന്നെയും കുക്കർ വേവിക്കാനായിട്ട് വെച്ചിട്ട് അടുത്ത പാനിൽ ഞാൻ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ മറ്റേ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ നമ്മളെ മുരിങ്ങ, പിന്നെ നമ്മുടെ തക്കാളി, അതൊക്കെ ഞാൻ ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ സാമ്പാറിലേക്ക് ചേർക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കടുക് ചേർക്കുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഫാസ്റ്റ് കുക്കിങ്ങിൽ വരുന്ന റെസിപ്പീസാട്ടോ. പിന്നെ ഞാൻ ഇടിയപ്പമല്ലല്ലോ, ഇഡലിയല്ലേ, ഇഡലിക്കുള്ള ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ ഒന്ന് ഫ്ലോപ്പായിപ്പോയി, ഒന്നിങ്ങനെ സൈഡിലോട്ടൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റ് ചെയ്ത് മൂന്നാമത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് സ്ക്രൂമിലൊക്കെ വെച്ചിട്ട് അത് ഞാൻ വേവിക്കാനായിട്ട് ഒരു സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ എന്തുവാണ്, മുരിങ്ങയില അല്ലേ, മുരിങ്ങയ്ക്കയും നമ്മുടെ ടൊമാറ്റോയും അതൊക്കെ ഒന്ന് ജസ്റ്റ് വരാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചേർക്കും, പക്ഷേ വെണ്ടയ്ക്ക ഇല്ലാത്തതുകൊണ്ട് അതില്ല കേട്ടോ. അപ്പോൾ അത് വഴറ്റി ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉച്ചത്തേക്കുള്ള സാധനങ്ങൾ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ബീൻസ് ഞാൻ അച്ചിങ്ങ ഉലർത്തുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബീൻസ് നമ്മളടുത്ത് മാറ്റി ഞാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച സാധനങ്ങളെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇട്ടു. വഴറ്റിയ നമ്മുടെ തക്കാളിയും ഇതുണ്ടല്ലോ, മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അതിലോട്ട് ഞാൻ അങ്ങ് ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇടയ്ക്ക് കുറച്ച് കായവും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. സാമ്പാറിൽ കുറച്ച് കായമൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സാമ്പാറിനെ എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ 3 പണി ഒരുമിച്ച് അങ്ങ് നടക്കുമല്ലോ. എന്നിട്ട് അടുത്ത കുക്കർ എടുത്തു. കാരണം അച്ചിങ്ങ നമ്മൾ വേഗം തന്നെ കുക്കറിലായിട്ട് ഉണ്ടാക്കുന്നത്. അച്ചിങ്ങ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അച്ചിങ്ങ ഞാൻ ചെറിയ നമ്മുടെ തീയലിനൊക്കെ വെക്കൂലേ, അങ്ങനത്തെ നല്ല മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്ത് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അതിനിടയ്ക്ക് നമ്മുടെ ഇടിയപ്പം ആയിട്ടുണ്ട്. അല്ല, ഇടിയപ്പം അല്ലല്ലോ, ഞാൻ എപ്പോഴും ഇടിയപ്പമാണെന്ന് കേട്ടോ പറയണേ, ഇഡലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കാസറോളിലങ്ങ് ആക്കി വെച്ചു. എന്നിട്ട് അടുത്ത സെറ്റ് ഉണ്ടാക്കണം. കാരണം ഒരു സെറ്റിൽ നമുക്ക് നിൽക്കില്ല, കാരണം 3 തട്ടല്ലേ ഉള്ളൂ. 3 തട്ടിൽ 4 എണ്ണം വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തികയില്ല. അപ്പോൾ ഞാൻ അതെന്താ ചെയ്തതെന്നറിയോ,
ഇത്തിരി എണ്ണ ഞാൻ ഇത്തിരി കൂടിപ്പോയേ, ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചപ്പോഴത്തേനും. അപ്പം ഞാൻ അത് കുക്കറിലേക്ക് കുറച്ച് ആ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. കാര്യം നമ്മൾ അച്ചിങ്ങയ്ക്ക് വേണമല്ലോ അതിനായിട്ട്. അപ്പം ഞാൻ ഇഡ്ഡലി അങ്ങ് രണ്ടാമത്തെ തട്ട് ആക്കി ദേ അത് വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ സാമ്പാർ ഞാൻ ഇങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഞാൻ കുറച്ച് ഇത്തിരി നമുക്ക് മധുരം നിൽക്കാനായിട്ട് ഇത്തിരി എല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇത്തിരി ഞാൻ ചീകിടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ സെറ്റായ കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ തനുക്കുട്ടിയുടെ ബോട്ടിലുണ്ടല്ലോ, അതിലൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചു. എന്നിട്ട് കുക്കറിലത് എണ്ണ ഞാൻ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ തക്കാളി അങ്ങ് അരിഞ്ഞ് വെക്കാൻ വെച്ചു. അപ്പം ആദ്യം ഞാൻ തക്കാളി അങ്ങ് ഇട്ടു. ആദ്യം ഞാൻ തക്കാളിയല്ല ഉള്ളി അരിഞ്ഞ് ഇട്ടിട്ടോ, അത് വന്നിട്ടില്ല. അപ്പോൾ ഉള്ളിയും ഞാൻ ഞാൻ തക്കാളി ഇട്ടിട്ട് അതൊന്ന് കുറച്ചൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റണം. അപ്പോഴത്തേനും നമ്മൾ സാമ്പാറായി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറെടുത്ത് ഞാൻ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിങ്ങിക്കുള്ള ബാക്കി പരിപാടി അതൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് അതൊന്ന് കഴുകിയായിരുന്നു, ഒന്ന് കഴുകിയിട്ട് ഞാനതങ്ങ് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ. അതും ഒന്ന് വഴറ്റി തരണം. എന്നിട്ട് ഇതേ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടേ. മഞ്ഞൾപ്പൊടി ഞാൻ ഇത്തിരി ചേർക്കുന്നുണ്ട്, അതും കൂടെ എന്നിട്ട് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. നേരം നമ്മുടെ ഈ അച്ചിങ്ങ എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. അപ്പോൾ പാകമാണെന്ന് അറിയാമല്ലോ, നമ്മൾ ഏകദേശം ഉപ്പിടുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുക്കർ വെന്ത് വന്ന ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത്തിരി മഞ്ഞപ്പൊടി, നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഞാനത് ഓർക്കുന്നില്ല, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ നമുക്ക് കേൾക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ വീട്ടിലെ ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. വന്നേ. നമ്മുടെ സിറ്റു ഇപ്പൊ മരപ്പട്ടിയായി മാറിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി. ഇന്നാളെ പോയി മരപ്പട്ടിയൊക്കെ ആയിട്ട് വന്നു നല്ല ഗ്രൂം ചെയ്യാനൊന്ന് പോയത്. അവന് മുടി മൊത്തം അങ്ങ് വെട്ടിക്കളഞ്ഞല്ലേ തനുമ്മ, അല്ല തനുമ്മ ചോദിച്ചിട്ടുമ്മ. നമ്മുടെ പൊന്നു നമ്മുടെ ചെലക്കണ്ണനാണോ നീ? നമ്മുടെ ചെലക്കണ്ണനാണോ? ഇങ്ങനെയൊക്കെ കൊഞ്ചിക്കാറുണ്ട് കേട്ടോ, എപ്പോഴെപ്പോഴും കൊഞ്ചിക്കാറൊക്കെ ഉണ്ട്. പണ്ട് നമ്മളെ കൂടെ ചാച്ചി ഉറങ്ങുമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഈ പെണ്ണ് മാറിയതൊന്നും ദൈവം തമ്പുരാൻ അറിയാം, അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മുടെ ചിറ്റു, നിങ്ങൾ കണ്ടിട്ട് തോന്നുന്നു ചിറ്റുനെ കണ്ടിട്ട്. ചിറ്റു ഹായ് പറ ചിറ്റു. ചിറ്റു ഭാഗമാണ്. ഓ അങ്ങനെ നമ്മുടെ ഇനി എന്താ, ഇനി ഒന്നുമില്ല. ഇനി ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ചിക്കൻ ശ്രീ വന്നിട്ട് മേടിച്ചിട്ട് വരും, അന്നേരം ചിക്കൻ ക്ലീനൊക്കെ ചെയ്ത് ഫ്രൈ ചെയ്യാം. പിന്നെന്താ, ഇനി വിളക്ക് കത്തിക്കണുണ്ട്. വിളക്ക് കത്തിക്കാൻ മറന്നുപോയി. 2-3 ദിവസം വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു കത്തിക്കാനായിട്ട്. അപ്പം ഇന്നലെ ഞാൻ എല്ലാം ഒരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബുധനാഴ്ച തൊട്ട് കത്തിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ പിന്നെ ഇന്ന് കത്തിക്കണം. ഇന്ന് വൈകിട്ട് കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ രാവിലെ കത്തിച്ചേ പറ്റത്തുള്ളൂ. രാവിലെ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, കാണിച്ചു തരാം. ഹലോ, തനുക്കുട്ടിക്ക് ഞാൻ ദോശ കൊടുക്കാനായിട്ടോ. ദോശ ഇപ്പൊ സമയം എന്തായെന്നറിയോ? 11:10 കേട്ടാ. അവരിടയ്ക്ക് വെച്ച് ഇവിടുത്തെ ബ്ലോക്ക് നല്ല ബ്ലോക്കാണ്. അപ്പം അവരിടയ്ക്ക് വെച്ച് ബ്ലോക്കിലൊക്കെ പെട്ടു. അതിനായിട്ട് ഇപ്പൊ ചിക്കനൊക്കെ മേടിച്ചിട്ട് വരാന്നാ പറഞ്ഞേ. അപ്പൊ അവിടെ ചിക്കൻ മേടിക്കാൻ നിൽപ്പുണ്ട്, ഇപ്പൊ വിളിച്ചോളൂ കേട്ടാ. അതിനിടയ്ക്ക് വെച്ചിട്ട് വീട്ടിൽ വിളിച്ചായിരുന്നേ, അമ്മേനെ വിളിച്ചായിരുന്നു, ശ്രീൻ്റെ അമ്മയെ വിളിച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി. ഉറക്കത്തിനായിട്ട് വന്നതാ. അപ്പൊ ഞാൻ ബാക്കി ഇരുന്ന് ദോശ അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു.
അങ്ങനെ ഇതേ നമ്മുടെ ഈ ചേച്ചിയും ചേട്ടനും എത്തിയിരിക്കുന്നു അറ്റ് ലാസ്റ്റ്. അതെ സിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ചേച്ചിയാണെങ്കിൽ തനുവിനെ എടുത്തു, പക്ഷെ തനു ഭയങ്കര കരച്ചിലായിരുന്നു. അവളങ്ങനെ രജിസ്റ്റർ ആയി വരുന്നേ ഉള്ളൂ എല്ലാവരും ആരാന്നൊക്കെ. അവിടെ അവരുടെ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലും ഒരു ആളുണ്ട് കേട്ടോ, ചക്കീന്ന പേര്. അവളെ സിട്ടിനെ കണ്ടപ്പോൾ ചക്കീനെ ഒരുപാട് ചേച്ചി മിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ഒരാളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യാൻ തോന്നും, മിസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ദേ ഹായ് എന്നൊക്കെ പറഞ്ഞ് ദേ ഇതൊക്കെ പറഞ്ഞിട്ട് ദേ അവരെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിപ്പിച്ചു. അയ്യോ എന്നിട്ട് പിന്നെ പൊളിയായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഇതേ കാര്യം പറച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു, വിശേഷം പറച്ചിലും ഒക്കെ ആയിട്ട് ഒന്നും പറയണ്ട. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇടയ്ക്ക് കുറേ നേരം സംസാരിച്ചു കേട്ടോ, ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഡലിയും ഒക്കെ ആയിട്ട് കൊടുത്ത്. ചേച്ചിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ചേട്ടനെ ഇടയ്ക്ക് എന്തോ ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. തനിക്കുട്ടിക്ക് ഞാൻ അതെ സ്നാക്കൊക്കെ കൊടുത്ത് ഞാനും കഴിക്കാനായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ നമ്മുടെ പാചകപ്പൊടിയൊക്കെ തുടങ്ങി. നാട്ടിലെ വിശേഷവും ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ വിശേഷവും ഒക്കെ അങ്ങനെ പറഞ്ഞു. ചേട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും 24 hours അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ട്രാവലിങ്ങിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്ക് നാട്ടിൽ നിന്ന് ദേ ശ്രീക്ക് പക്കാവട, എനിക്ക് ചക്ക ചിപ്സ് മിക്സ്ചർ ഒക്കെ കൊണ്ടുവന്നു. ചേട്ടൻ ദേ 2 പെർഫ്യൂമൊക്കെ കൊണ്ടുവന്നു, ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ അടുത്തിങ്ങനെ കാണിക്കുന്നുണ്ട്. ധനുക്കുട്ടിക്കൊരു ഡ്രസ്സ് ചേച്ചി കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഞാനതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ നേരം എന്ത് ഇങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ നമ്മൾ കൂടും സംസാരിക്കും. അതേ ശ്രീ ചേച്ചീനെ താറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ. ചേട്ടൻ എന്തോരം ടാറ്റൂസാണ് നോക്കിയേ. ഓരോ ടാറ്റൂസിനും ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ കഥകളും ഉണ്ട് കേട്ടോ. ആ ചേട്ടൻ നന്നായിട്ട് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞ് ദേ അതിനിടയ്ക്ക് കുറേ സംസാരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ചിക്കനൊക്കെ ഒന്ന് പുരട്ടിയൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് ദേ ശ്രീക്ക് കൊണ്ടുവന്ന പെർഫ്യൂമൊക്കെ ഞാൻ എടുത്തിങ്ങനെ നോക്കുകയാണ്. അതുപോലെ എനിക്ക് കൊണ്ടുവന്ന പെർഫ്യൂം ഞാൻ എടുത്തിങ്ങനെ നോക്കുന്നുണ്ട്. അടിപൊളി പെർഫ്യൂമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ ഇങ്ങനെ ആ നമ്മൾ അടിക്കുമ്പോൾ ഒരു സ്മെല്ലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ആ സ്മെല്ലിങ്ങനെ മാറി വരും കേട്ടോ. നല്ലൊരു പെർഫ്യൂമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചേട്ടൻ ഇങ്ങനെ കുറച്ചൊക്കെ ഇതാട്ടോ, എങ്ങനെയാണ് അടിക്കേണ്ടത്, അടിക്കുന്ന ഓരോ രീതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തരുക. ദേ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് വരുന്ന പോലെ തോന്നുന്നില്ലല്ലേ. ദേ നമ്മുടെ തനിക്കുട്ടിയുടെ കുറച്ച് സ്നാക്കാട്ടോ. ഞാൻ കുറച്ച് സ്നാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുന്ന് കൊണ്ടുവരണേന്നേ. അങ്ങനെ കൊണ്ടുവന്ന ഇത് നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് ചേട്ടൻ കൊണ്ടുവന്ന കുറച്ച് പെർഫ്യൂം കേട്ടോ. അതിൻ്റെ പരീക്ഷണം അത് ഇങ്ങനെ അടിച്ചു വെക്കുക, അത് മണം കൊണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ നമുക്ക് നോക്കുമായിരുന്നു. ഇത് അടിപൊളി പെർഫ്യൂമായിരുന്നു ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത്. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. അതേ ശ്രീൻ്റെ കയ്യിലിരിക്കുന്നത് സൂപ്പറായിരുന്നു കേട്ടോ. അത് മൈക്കിൾ കോഴ്സിൻ്റെ അടിപൊളി പെർഫ്യൂമായിരുന്നു. അയ്യോ ഒരു രക്ഷയില്ല, സൂപ്പർ സ്മെല്ലായിരുന്നു. എന്നിട്ട് ഇതേ കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഒരുപാട് നാട്ടിലെ കാര്യങ്ങൾ, വിശേഷങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരമായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വന്നിട്ട് ഞാൻ ദേ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നു. അപ്പളവും ചോറും നമ്മുടെ ചിക്കൻ ഫ്രൈയും അച്ചിങ്ങയൊക്കെ. ചിക്കനിൽ മസാല അങ്ങോട്ട് പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം വേഗം ഉണ്ടാക്കിയാലേ അതുകൊണ്ട് അത് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊന്ന് ജസ്റ്റ് ഒന്ന് നാപ്പ് ചെയ്യാനായിട്ട് പോയി. ദേ ശ്രീക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനായിട്ട് ശ്രീ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് തനിക്കുട്ടിയാണെങ്കിൽ ഇവിടെ മൊത്തം എല്ലാം പെറുക്കിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു അവിടെ മൊത്തം. പിന്നെ ദേ എൻ്റെ മൂക്കിൽ മൊത്തം ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നേ, ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പം ഞാനതൊന്ന് സ്റ്റീം ചെയ്തിട്ട്, നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഞാനതൊക്കെ മൊത്തം വൃത്തിയാക്കി കേട്ടോ. അടിപൊളി സെറ്റായിരുന്നു. എന്നിട്ട് നമുക്ക് പോകാനായിട്ട് റെഡി ആവണമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഞാൻ റെഡി ആയിരുന്നു. അതിനിടയ്ക്ക് തനിക്കുട്ടി ഇതൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ പോകാനായിട്ട് റെഡിയായി കേട്ടോ. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നോക്കുന്നു കാറ്റുന്നു മാറി വന്നാലില്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എമ്പുരാൻ മൂവി കാണാനായിട്ട് പോകാം കേട്ടോ. അയ്യോ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. കാര്യം ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ മൂവിക്ക്. അപ്പം അത് കാണാനായിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റും മനസ്സിലിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് തനുക്കുട്ടിക്ക്. തനുക്കുട്ടി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, മറ്റേ തരയൊന്നും ചെയ്യല്ലേ. ചേട്ടൻ ഓൾറെഡി കണ്ടോ കേട്ടോ, ഖത്തറിൽ വെച്ച് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ
നമുക്ക് കാണാൻ പോകാം. നമ്മൾ വന്നിരിക്കുന്നത് AIPL ജോയ് സ്ട്രീറ്റിലേക്കാട്ടോ. സെക്ടർ 66 മോളിലാട്ടോ. നല്ല അത്യാവശ്യം നല്ല മോളാണ്. ഐനോക്സിലാണ് കാണാൻ വന്നിരിക്കുന്നത്. അടിപൊളി തിയേറ്റർ ആയിരുന്നു കേട്ടോ, സൂപ്പർ തിയേറ്റർ ആയിരുന്നു. അവിടെ അന്നേരം എന്തോ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറമെ കാണാനും ഇവിടുന്ന് വ്യൂ ഒക്കെ അടിപൊളി, നല്ല ഫോട്ടോസൊക്കെ കിട്ടുമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ചേട്ടൻ എവിടെ പോയാലും, നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ എവിടെ പോയാലും ഫോട്ടോസ് എടുക്കണം, ആരെയും കൊണ്ട് നമ്മൾ എടുപ്പിക്കും. അങ്ങനെ എവിടെ പോയാലും ഏത് സ്ഥലത്തേക്ക് പോയാലും ഫോട്ടോസ് എടുക്കണം നിർബന്ധമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഒരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. അന്നേരം ആ ഒരു ടൈമിൽ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ, ചുറ്റിനും കാണാനൊക്കെ ആയിട്ട്. അതാട്ടോ ഞാൻ പറഞ്ഞത്, എന്തോ എക്സിബിഷനൊക്കെ നടക്കുന്നത്, എന്തോ ഒരു ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു, അതിനായിട്ടുള്ളതൊക്കെ ആയിരുന്നു. കാണുന്ന ഫോക്സ് എന്നിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫോക്സിൽ നമ്മൾ എന്താ ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു ബാർ കം റെസ്റ്റോറൻ്റ് കേട്ടോ. അപ്പം അവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഐനോക്സിലേക്ക് കയറുകയാണ്. അപ്പോൾ കയറുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പോപ്കോണും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് കയറാമെന്ന് വിചാരിച്ചു. അത് 2 that is 2 just in front of you. ചേട്ടൻ എമ്പുരാനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ പാടിയിട്ടൊക്കെ കയറുമായിട്ട് സ്റ്റൈലിൽ. അപ്പം ഞാൻ ചേച്ചിയും പറയുക ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പായിരുന്നു. അപ്പം സീരിയസ് ഒക്കെ ഇട്ടിട്ടല്ല വന്നിരിക്കുന്നത്, അപ്പം നല്ല തണുപ്പൊന്നും. പക്ഷെ അതിൻ്റെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ചാൽ ഒരു ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ മലയാളീസ് കാണാനായിട്ട് മൂവി. അപ്പോൾ ചേച്ചി തനിക്കുട്ടിക്ക് ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് നല്ല അവർ കൊണ്ട് തന്നാട്ടോ, കാരണം നല്ല സൗണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അത് ഭയങ്കര സൗണ്ടായിരുന്നു, അസാധ്യ സൗണ്ടായിരുന്നു. തനിക്കുട്ടി എടുപ്പിച്ച് കരയാനൊക്കെ തോന്നി. പിന്നെ പുറകെ തന്നെ എടുത്ത് കൊണ്ട് നടക്കാനുള്ള സ്പേസുകൾ ട്രെയിനർ ഇത്തിരി സേഫായിരുന്നു, കുഴപ്പമില്ല, നല്ല കംഫർട്ടബിളായിരുന്നു. എമ്പുരാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടു, നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പായിരുന്നു തിയേറ്റർ. ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? ഉറക്കെ പറയണേ. എമ്പുരാൻ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്ന വ്യക്തിയാണ്. അതെ, മോഹൻലാൽ നന്നായിട്ടുണ്ട്, ആറാടുകയാണ്, പൃഥ്വിരാജ് ആറാടുകയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞ സത്യമല്ലേ, മഞ്ജു പറഞ്ഞ സത്യമായിട്ടുള്ള മഞ്ജുര് കാണാൻ ഓസമായിരുന്നു കേട്ടോ, കാണാൻ അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചു, ആദ്യത്തെ നമ്മുടെ ലൂസിഫറിനെക്കാട്ടിയും മഞ്ജുവിനെ ഇതിൽ കാണാൻ സൂപ്പറായിരുന്നു. അതുപോലെ ലാസ്റ്റ് ഒരു സീനുണ്ട്, നമ്മുടെ പൃഥ്വിയും മോഹൻലാലുമായിട്ടൊരു കോംബോ. അതെനിക്ക് ജില്ലാ മൂവിയിൽ വിജയും മോഹൻലാലുമായിട്ടൊരു കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഇങ്ങനെ തോന്നി, പക്ഷെ ഭയങ്കര ലാഗായിട്ട് തോന്നി, അത് മാത്രം. അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു മൂവി, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫോക്സ് നമ്മുടെ ഒരു പബ്ബാട്ടോ, അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ തന്നെയാണ്. ഒരു ആംബിയൻസ് വാസ് സൂപ്പർ കേട്ടോ, അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ ശരിക്കും ഉച്ചയ്ക്ക് 12 മണിയായിട്ടോ സ്റ്റാർട്ട് ചെയ്യുക. 12 മണി തൊട്ട് രാത്രി 12 മണി കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നേരത്തെ വിളിച്ച് റിസർവ് ഒക്കെ ചെയ്യാൻ പറ്റും. അടിപൊളി ഒരു പബ്ബാട്ടോ, നല്ല രസമായിരുന്നു. അന്നൊരു മാച്ചൊക്കെ അന്ന് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ആ ഒരു വൈബ് അവിടെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പബ്ബിൽ പോയവർക്കൊക്കെ അറിയാം അവിടുത്തെ ഒരു വൈബ്. പിന്നെ നല്ല രസമായിരുന്നു. അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇരിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഒരു പിക്ചർ വെച്ചിരിക്കുന്നതായിട്ട്. ഈ കറേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാർട്ടൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ടോം ആൻഡ് ജെറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ എന്താ പോപ്പോയ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് കാർട്ടൂണൊക്കെ ആയിരുന്നു. നമ്മുടെ പിസ്സ വന്നു, മാർഗരീത്ത പിസ്സയാണ് നമ്മൾ മേടിച്ചത്. ഇതൊരു എമണ്ടായിട്ട് ആയിരുന്നു കേട്ടോ. ഇതൊരു എന്താ പറയുക, ചിക്കൻ ടിക്ക എന്ന് വേണമെങ്കിൽ പറയാം. ചിക്കൻ ടിക്കയിൽ പക്ഷെ അവർ ഒരു നമ്മുടെ റം ഉണ്ടല്ലോ, റം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു കഴിച്ചുണ്ട്, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ. ഇത് അടിപൊളിയല്ലേ, അടിപൊളി സീനായിരുന്നു കേട്ടോ. അന്നേരം അവിടെ കാണാനായിട്ടൊക്കെ രസമായിരുന്നു. തനിക്കുട്ടി ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ അന്തവിട്ട ഒരു ഉണ്ടായിരുന്നു, രസമായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ ഇനി തൊട്ട് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നതെന്നുള്ള പേര് ഞാൻ പറയാം കേട്ടോ.
അങ്ങനെ നമ്മളിതേ അവിടെ നിന്നൊക്കെ ഇറങ്ങി കഴിച്ചൊക്കെ അന്നേരം സമയം എത്രയെന്ന് അറിയോ 12:30 എങ്ങാണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതേ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് വ്ളോഗ് 2 കാണാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, ടാറ്റാ ബൈ ബൈ, സി യു.